بسم الله الرحمن الرحيم لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه يسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر كلا لا وزر كلا لا وزر إلى ربك يومئذ المستقر. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, നാട്ടുകാരെ, ഒതുക്കുങ്ങലിലെ സലഫി പ്രവർത്തകർ ഇന്ന് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള കാരണവും അതിൻ്റെ പശ്ചാത്തലവും ഒരു ആമുഖ ഭാഷണത്തിലൂടെ വിവരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം കേരളീയ സമൂഹത്തിൽ ഇപ്പോഴത്തെ ഈ വിവാദം വളരെ വ്യാപകവും എല്ലാ ദിവസവും ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു കാര്യമാണ് ഈ കേശവിവാദം. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ മതവാണിഭക്കാരനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അയാളുടെ കൂട്ടുകച്ചവടക്കാരും കൂടി വർഷങ്ങളായിക്കൊണ്ട് ഇസ്ലാമിലെ പരിശുദ്ധമായ വിശ്വാസങ്ങളെയും ആ വിശ്വാസങ്ങളെ മറയാക്കിക്കൊണ്ട് അയാളെ അന്ധമായി വിശ്വസിക്കുന്ന അനുയായികളെ ചൂഷണം ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീയ തട്ടിപ്പുകൾ, മതക്കച്ചവടം കേരളീയ സമൂഹത്തിന് ഒരു പുത്തരിയുള്ള കാര്യമൊന്നുമല്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കേശവിവാദം. എല്ലാവർക്കും അറിയുന്നത് പോലെ മുമ്പിവിടെ ഒരു ക്രസന്റ് സിമന്റിന്റെ വിവാദമുണ്ടായിരുന്നു. ഇയാളും ഇയാളുടെ കൂട്ടാളികളായ കുറച്ച് മുതലാളിമാരും കൂടി അവരുടെ അനുയായികളിൽ നിന്നും കോടികൾ പിരിച്ചെടുത്ത് ഒരു ക്രസന്റ് സിമന്റ് എന്ന പേരിൽ ഒരു പരിപാടി തുടങ്ങുകയുണ്ടായിരുന്നു. അതിൻ്റെ യാതൊരു അഡ്രസ്സും ഇപ്പോൾ കാണുന്നില്ല. അതിനുശേഷമാണ് അതേ അനുയായികളെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ കയ്യിൽ നിന്നും കോടികൾ പിരിച്ചെടുത്തുകൊണ്ട് പിന്നീട് കമാലിയ മെഡിക്കൽ കോളേജ് എന്ന ഒരു സംരംഭവുമായി ഇയാളും ഇയാളുടെ കച്ചവടക്കാരും കൂടി മുന്നോട്ട് വന്നത്. കമാലിയെക്കുറിച്ചും ഇപ്പോൾ യാതൊരു വിവരവുമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ മുടി വിവാദം. ക്രസന്റിലും കമാലിയയിലും കുടുങ്ങിയവർ തന്നെയാണ് ഈ മുടി വിവാദത്തിലും കോടികൾ ഇയാളുടെ കീശയിലേക്ക് ഇട്ടുകൊടുത്തത് എന്നത് മറ്റൊരു ദുരന്തമാണ്. ഇയാളുടെ അനുയായികൾ അന്തമില്ലാത്ത കഴുതകളാണ് എന്നാണ് ഇപ്പോൾ അയാളുടെ കൂടെയുള്ള ആളുകൾ തന്നെ, മർക്കസിൽ വർഷങ്ങളായി ജോലി ചെയ്ത സ്വാലിഹ് സഖാഫി ജിഷാനുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത് അനുയായികളെ കഴുതകളായാണ് നമ്മുടെ നേതൃത്വം കാണുന്നത് എന്നാണ്. സ്വന്തം അനുയായികളെ കഴുതകൾ എന്ന് വിളിച്ച ഒരു നേതൃത്വം ലോകത്ത് മറ്റേതെങ്കിലും ഒരു മതസംഘടനകൾക്ക് ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. ഇതൊന്നും നമ്മളല്ല പറയുന്നത്. ഇത്തരത്തിലുള്ള അന്തമില്ലാത്ത അനുയായികളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇയാൾ ഓരോ തട്ടിപ്പും നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള മണ്ണിൽ. ഇവിടെ ഇതിപ്പോൾ പുറത്തു വന്ന ചില തട്ടിപ്പുകൾ മാത്രമാണ് ക്രസന്റും കമാലിയ മെഡിക്കൽ കോളേജും തിരുകേശ വിവാദവും. പുറത്തു വരാത്ത അനേകം തട്ടിപ്പുകൾ ഇനിയും ഇയാളും കൂട്ടാളികളും നടത്തിയതായി നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇതിൽ പകുതി പുറത്തു വന്ന ചില തട്ടിപ്പുകളുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കുറ്റിപ്പുറം കേന്ദ്രമാക്കി അബ്ദുന്നൂർ ബാക്കവി എന്ന മനുഷ്യൻ നടത്തിയ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. അബ്ദുന്നൂർ ബാക്കവി ഇതുപോലെ കാന്തപുരം വിഭാഗത്തിലെ അനുയായികളെ ചൂഷണം ചെയ്തുകൊണ്ട് ആ അനുയായികളിൽ നിന്നും കോടികൾ പിരിച്ചെടുത്തുകൊണ്ട് അബ്ദുന്നൂർ ബാക്കവി ആ കോടികൾ അയാളുടെ കീശയിലേക്ക് മുക്കി. അവസാനം അത് പരാതിയുടെ പ്രളയമായപ്പോൾ അബ്ദുന്നൂർ ബാക്കവിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ അബ്ദുന്നൂർ ബാക്കവി UAE-യിലേക്ക് മുങ്ങി. ഇപ്പോൾ UAE-യിൽ
അയാളുടെ രണ്ടാം ഭാര്യയും അയാളും കൂടി സസുഖം വാഴുന്ന ഈ അവസരത്തിൽ അയാളുടെ രണ്ടാം ഭാര്യ കൂടി ഈ കേസിൽ കുടുങ്ങുമെന്നായപ്പോൾ അബ്ദുന്നൂർ ബാക്കവി നാട്ടിലെത്തി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് എന്നാണ് മിനിഞ്ഞാന്ന് പത്രങ്ങളിൽ വന്ന വാർത്തകൾ. ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം അബ്ദുന്നൂർ ബാക്കവി എന്നത് ഒരു ഡമ്മി മാത്രമാണ്. അയാളുടെ പിന്നിൽ കാന്തപുരം ഗ്രൂപ്പിലെ പ്രഗത്ഭരാണുള്ളത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അബ്ദുന്നൂർ ബാക്കവി റിമാൻഡ് കാലാവധിയിൽ ജയിലിൽ കിടന്ന സമയത്ത് അയാളെ ജയിലിൽ പോയി അഭിമുഖം നടത്തി അത് പ്രസിദ്ധീകരിച്ചത് കാന്തപുരം ഗ്രൂപ്പിന്റെ സെൻസിംഗ് മാസികയാണ്. അബ്ദുന്നൂർ ബാക്കവിക്കും നിങ്ങളോട് പറയാനുണ്ട് എന്നായിരുന്നു സെൻസിംഗ് മാസികയുടെ ആ തലക്കെട്ട്. അങ്ങനെ വ്യാപകമായ തട്ടിപ്പുകൾ ഇയാളും ഇയാളുടെ കൂട്ടുകച്ചവടക്കാരും കേരള മണ്ണിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ദയനീയമായൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇയാളുടെ അനുയായികൾ പഠിക്കുകയില്ല. കാരണം ഇയാളുടെ കൂട്ടാളികൾ തന്നെ പറയുന്നു അനുയായികൾ കഴുതകളാണ് എന്ന്. ഇത്തരത്തിലൊരു ദുരന്തം എന്തുകൊണ്ട് ഇവർക്ക് സംഭവിച്ചു? ഇതാരും വിചാരിക്കേണ്ടതില്ല. ഈ വിവാദം ഇവിടെ അങ്ങ് ചുമ്മാ കെട്ടണങ്ങി പോകുന്ന ഒരു വിവാദമാണെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഇത് കേരളീയ സമൂഹത്തിൽ ആളിക്കത്തുക തന്നെ ചെയ്യും. ഇതോടുകൂടി കാന്തപുരം ഗ്രൂപ്പിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിക്കല്ലും കൂടി ഈ വിവാദത്തോടു കൂടി അടിക്കാൻ പോവുകയാണ്. കാരണം ഇവർ വിൽപ്പന ചരക്കാക്കിയത് അള്ളാഹുവിന്റെ റസൂലിനെയാണ്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ജനങ്ങളുടെ ഹുബ്ബ് മുതലെടുത്താണ് ഇവർ ഓരോ കച്ചവടവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ വിൽപ്പന ചരക്കാക്കിയവർ, അള്ളാഹുവിന്റെ റസൂലിനെ നിന്ദിച്ചവർ, പരിഹാസ കഥാപാത്രമാക്കിയവർ ലോകത്ത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതിന്റെ ദുരന്തം അനുഭവിച്ചതാണ്. ലോക ചരിത്രത്തിൽ അതിന് 1-2 സംഭവങ്ങളൊന്നുമല്ല സാക്ഷി. അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിച്ചവർ ഈ ഭൂമിയിൽ തന്നെ അതിന്റെ ഫലം ദുരന്തം അനുഭവിക്കുന്നതിന് ചെയ്യും. അതുപോലെ ഇസ്ലാമിക വിശ്വാസങ്ങളെ, ഇസ്ലാമിന്റെ പരിപാവനമായ വിശ്വാസങ്ങളെ പരിഹസിച്ചവർ, അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കാര്യങ്ങളെ പരിഹസിച്ചവർ തങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, അത്തരക്കാരെല്ലാം അതിന്റെ ദുരന്തം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച ഈ ഒതുക്കുങ്ങൽ സാക്ഷിയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള കുട്ടി പുരോഹിതനായ നൗഷാദ് ഹസനി എന്ന വ്യക്തി. ഇന്നയാളുടെ അവസ്ഥ എന്താണ്? ഇന്നെന്താണ് അയാളുടെ അവസ്ഥ? അയാൾ കഴിഞ്ഞ 3-4 വർഷമായി വായിൽ തോന്നിയത് കോതക്ക പാട്ട് എന്ന മട്ടിൽ മൈക്ക് മുന്നിൽ കിട്ടിയാൽ എന്തും വിളിച്ചു പറയുന്ന ഒരു കോമാളി കഥാപാത്രമായിരുന്നു അയാൾ. ഇന്നയാൾ ഗതി കിട്ടാ പ്രേതം പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. നമുക്കറിയാം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അവൻ സ്വർഗത്തിൽ കടന്നു എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്. ലോകത്ത് സുന്നിക്കോ മുജാഹിദിനോ ജമാഅത്തെ ഇസ്ലാമിക്കോ തബ്ലീഗ് ജമാഅത്തിനോ ആർക്കും തർക്കമില്ലാത്തൊരു വിഷയമാണിത്. എന്നാൽ മരണപ്പെടുന്ന സമയത്ത് പോലും ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്ത ഈ മനുഷ്യൻ ബാംഗ്ലൂരിൽ നടന്ന മുഖാമുഖത്തിൽ വെച്ച് ഇയാൾ പറഞ്ഞത് അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നതിന് പകരം മൊഹിദ്ദീൻ ശൈഖിനെ വിളിച്ചോ എന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞത്. അത്രത്തോളം ഇസ്ലാമിക വിശ്വാസങ്ങളെ കൊച്ചാക്കി ചവിട്ടി മതിച്ച ഈ മനുഷ്യൻ ഇന്നെന്താണ് അവസ്ഥ? ഇന്ന് വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുട്ടികൾ അങ്ങാടിയിൽപ്പെട്ട അവസ്ഥയാണ് അയാൾക്കുള്ളത്. മുന്നോട്ട് പോകാൻ വയ്യ, അവിടെ ഓട്ടോ സ്റ്റാൻഡ് ഇങ്ങോട്ട് തന്നെ പായും. വലത്തോട്ട് പോയാൽ അവിടെ ബസ് സ്റ്റാൻഡ് ഇങ്ങോട്ട് തന്നെ പായും. ഇടത്തോട്ട് പോയാൽ അവിടെ ലോറി സ്റ്റാൻഡ്, ബാക്കിലോട്ട് പോയാൽ സൂപ്പർ മാർക്കറ്റ്. അവസാനം നടുവ് കിടന്നിട്ട് ആ പട്ടിക്കുട്ടികളുടെ കറക്കം കറങ്ങാൻ. ആ അവസ്ഥയാണ് ഇന്ന് നൗഷാദ് ഹസനിക്ക് വന്നിട്ടുള്ളത്. മുന്നോട്ട് പോയാൽ അവിടെ സമസ്തക്കാര്, വലത്തോട്ട് പോയാൽ മുജാഹിദുകള്, ഇടത്തോട്ട് പോയാൽ സ്വന്തം ഗ്രൂപ്പിലാടി. ഇപ്പൊ ബാക്കിൽ ഒരു ഡോർ അടഞ്ഞു കിടക്കുന്നുണ്ട്, അത് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ആ ഡോർ തുറക്കുമോ എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ നൗഷാദ് ഹസനി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നൗഷാദ് ഹസനിയോട് ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ വളരെയധികം നന്ദിയുണ്ട്. അയാളുടെ നാട്ടിൽ വെച്ചാണല്ലോ ഈ നാട്ടുകാരൻ കൂടിയായി ഞാനിത് പറയുന്നത്. കാരണം മുടി വിവാദത്തിൽ കാന്തപുരം ഗ്രൂപ്പിലെ ചില പണ്ഡിതന്മാർ മുടി വിവാദത്തിൽ വിഘടിച്ചു നിൽക്കുന്നുണ്ട്. അവർക്ക് ഈ കാന്തപുരം കൊണ്ടുവന്ന മുടിയിൽ വിയോജിപ്പുണ്ട് എന്ന ചെറിയൊരു ന്യൂസ് മാത്രമേ മുജാഹിദുകളും സമസ്തക്കാരും അടങ്ങുന്ന അവരുടെ എതിർവിഭാഗത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ മുടി വിഭാഗത്തിൽ കാന്തപുരം ഗ്രൂപ്പിൽ നടക്കുന്നത് ഭയാനകമായ പൊട്ടിത്തെറിയാണെന്നും വ്യാപകമായ അടിയാണെന്നും ആരൊക്കെ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എന്നും കേരളീയ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്തത് നൗഷാദ് ഹസനിയുടെ വലങ്കയായി അറിയപ്പെടുന്ന മുഹമ്മദ് രാമന്തളി എന്ന മനുഷ്യനാണ്. അതിന്റെ പിന്നിൽ നൗഷാദ് ഹസനിയാണ് എന്നതാണ് അയാളെ ഇന്ന് സംഘടനയിൽ വിലക്കേർപ്പെടുത്താനുള്ള കാരണം. ഈ വിഷയം ഇവിടം കൊണ്ടൊന്നും തീരുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ റസൂലിനെ ഈ ഭൂമിയിൽ നിന്ദിച്ചവൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതിന്റെ ഫലം അനുഭവിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇവിടെ വ്യക്തമായ ഈ വിഷയത്തിലുള്ള അവർക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകളും അവർക്കിടയിൽ കാന്തപുരം ഷെയ്ഖായി അവതരിപ്പിക്കുന്ന ആളെ കുറിച്ച് പൊന്മള എന്തു പറയുന്നു എന്നും അത്തരത്തിലുള്ള ഒരുപാട് ക്ലിപ്പുകൾ ഇവിടെ കാണാനുണ്ട്. എല്ലാവരും കണ്ട് സത്യം മനസ്സിലാക്കണം. ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനനായ പി അബ്ദുൽ ജബ്ബാർ മൗലവിയാണ്.
അതുപോലെ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് ബഹുമാനായ താജുദ്ദീൻ സ്വലാഹിയാണ്. അതുപോലെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനായ അബ്ദുൽ ജബ്ബാർ മൗലവി ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരന്മാരെ, ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യുക മാത്രമാണ്, നീട്ടി സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ശരീഅത്തിൽ അറിയപ്പെട്ട തബറുക്കിനെ നിഷേധിക്കുന്നവരല്ല, അംഗീകരിക്കുന്നവരാണ്. പക്ഷേ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് അവിടുത്തെ ആസാറുകളാണെങ്കിൽ അതിൽ തബറുക്ക് ഉണ്ട് എന്നത് അംഗീകരിക്കുന്നതോടൊപ്പം അത് അനുവദിക്കപ്പെട്ടു മാത്രമല്ല, അത് സഹിയായ ശരിയായ വ്യക്തികൾ മുഖേന അംഗീകരിക്കാൻ കൊള്ളാവുന്ന വ്യക്തികൾ മുഖേന നമ്മുടെ കയ്യിൽ എത്തിയതായിരിക്കണം. ചെറിയൊരു ഉദാഹരണം പറയും. ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, ഒരുപാട് ഹദീസുകളുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രവർത്തിച്ചത്, അംഗീകരിച്ചത്. അതുപോലെ ഒരുപാട് കള്ളഹദീസുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതല്ല, അല്ലെങ്കിൽ നബിയിൽ നിന്ന് ഈ റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ നബി പറഞ്ഞതാണ് എന്ന് സംശയിക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹദീസിൻ്റെ മുഹദ്ദിസുകളായ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഹദീസ് സ്വീകാര്യമാവണമെങ്കിൽ ഒരാളെക്കുറിച്ചുള്ള വിശ്വാസം, ആ വിശ്വാസം ഇയാൾ അംഗീകൃതനാണ്, അംഗീകരിക്കപ്പെടാൻ കൊള്ളാവുന്നവനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹദീസിനെ സ്വീകരിക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെയാണ് ഇത് കൈമാറി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാർ ഒരാളെ കയ്യിലുണ്ട് എന്നറിഞ്ഞാൽ, എത്ര ആളുകളെ ഇന്നൊരാളെ കയ്യിലുണ്ട് എന്നറിഞ്ഞാൽ എത്ര ആളുകളെ നാം വിശ്വസിക്കണം? ഏതെങ്കിലും ഒരു കള്ളൻ അതിൻ്റെ ഇടയിൽ ഉണ്ടാവാൻ സാധ്യതയില്ലേ? മുൻകാല കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ ഒരു ഹദീസിൻ്റെ ഇടയിൽ 4, 5, 6, 7 ആളുകളുണ്ട് മാത്രമുള്ളത്. ഏതെങ്കിലും അതിൻ്റെ ഇടയിലുള്ള ഒരാളെക്കുറിച്ച് സംശയം വന്നാൽ അയാൾ വിശ്വസ്തനാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാവുന്ന തെളിവുകളില്ലാത്തത് കൊണ്ട് റസൂലുള്ളാഹിയുടെ ഹദീസാകുന്നു ഇത് എന്ന് വിശ്വസിക്കാൻ കഴിയാതെ മാറ്റിവെക്കുകയാണ്. ഒന്നുകിൽ ലൈഫ് അല്ലെങ്കിൽ മൗളൂഅ്, അങ്ങനെ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഹദീസിനെ നീക്കി വെക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കളവ് റസൂലുള്ളാഹിൻ്റെ പേരിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള സംശയം കൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അത് മാറ്റിവെച്ചത്. അപ്പോൾ ഒരു ഹദീസിനെ സംബന്ധിച്ച് അങ്ങനെ പറയുമ്പോൾ അതേ പ്രകാരം തന്നെയാകുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിപ്പോന്ന ആസാറുകൾ. ഈ ആസാറ് വഴിയിൽ വെച്ച് വേറൊരാൾ ഉണ്ടാക്കിയതല്ല എന്ന് നമുക്ക് തെളിയിക്കപ്പെടണം, തെളിവുണ്ടാവണം. നമ്മൾ തബറുക്ക്, ബറക്കത്ത് എന്നതിനെ നിഷേധിക്കുന്നവരല്ല, അംഗീകരിക്കുന്നവരാണ്. അത് സഹാബികൾ ഉപകരിച്ചിരുന്നു എന്നതും നമുക്കറിയാം. അങ്ങനെ നിങ്ങൾ അഭൗതികമായ മാർഗത്തിലൂടെ സഹായം തേടുന്നില്ല എന്ന് തിരിച്ച് ചോദ്യവും ഉണ്ടായേക്കാം. നമ്മൾ മരുന്ന് കഴിക്കാറുണ്ടല്ലോ. മരുന്ന് കഴിക്കുമ്പോൾ മരുന്നിനോട് നമുക്ക് തേട്ടമുണ്ടോ? മരുന്നിനെ തവസ്സുലാക്കി തേടുന്നുണ്ടോ?
ഈ മരുന്നിലുള്ള ഉപകാരം ഗുണം എനിക്ക് നൽകണേ എന്ന് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുണ്ട്. ഒരു മരുന്ന് കഴിക്കുമ്പോൾ ഈ മരുന്നിലുള്ള ഗുണം, ഡോക്ടർ എനിക്ക് നൽകിയ മരുന്നിലുള്ള ഈ ഗുണം എനിക്ക് നൽകുമാറാകണേ എന്ന പ്രാർത്ഥന, എന്ന ദ്വാ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നുണ്ട്. അതേ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തറബറുക്കിന് വേണ്ടി ബർക്കത്തിലുള്ള നബിയിൽ നിന്ന് കിട്ടിയ ആസാറാണ് എന്ന് വ്യക്തമായി ഉറപ്പുള്ളത്. അതിനു വേണ്ടി കഴിക്കുന്ന അവസരം അതിനെ തവസ്സുലാക്കിയോ അതിനോടുള്ള ഇസ്തിഗാസയെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടിയെ നീ എൻ്റെ രോഗം ശിഫയാക്കി തരണേ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഗുണമുണ്ടാവണേ എന്ന് അതിനോട് തേട്ടമില്ല. പിന്നെയോ മരുന്ന് കഴിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള തേട്ടം ഉണ്ടാവുന്നത് പോലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആസാറുകളിൽപ്പെട്ട ഒന്നാണ് ഇത്. ഇതിൽ അള്ളാഹുവെ നീ നിശ്ചയിച്ച ബർക്കത്ത് എനിക്ക് നൽകണേ എന്നുള്ള പ്രാർത്ഥന ദുആ ഉണ്ട്. ആ ദുആ ഉണ്ടാകുന്നിടത്ത് ഇത്തരം ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കൊണ്ടുള്ള അഭൗതിക മാർഗത്തിൽ മറ്റൊന്നിനോട് തേടുന്നില്ല എന്നതുകൊണ്ട് അത് നിങ്ങൾ തബറുക്ക് അംഗീകരിക്കുന്നു, തബറുക്ക് നിഷേധിക്കുന്നവരെ എന്ന ആക്ഷേപം വിട്ട് തബറുക്ക് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്തിഗാസ അംഗീകരിക്കുന്നില്ലേ എന്ന് ചോദിക്കപ്പെടാറുണ്ട്. ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇതിൻ്റെ ആകത്തുക പറയുകയാണെങ്കിൽ തബറുക്ക് നമ്മൾ നബിയിൽ നിന്നുള്ളതാണ് എന്ന് അംഗീകരിച്ച് മനസ്സിലാക്കിയത് നമ്മൾ അംഗീകരിക്കുന്നു. ആ തബറുക്ക് നമുക്ക് കിട്ടിയാൽ അതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഉപകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു ഹദീസ് സ്വീകരിക്കുന്നിടത്ത് പോലെ, പക്ഷേ ഹദീസ് സ്വീകരിക്കുന്നിടത്ത് ദീനിൻ്റെ വിധി സ്വീകരിക്കൽ വരും. അതേ പ്രകാരം തന്നെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ് എന്ന് തറപ്പിച്ച് പറയാൻ നമുക്ക് നിർവാഹമില്ലാത്തത് കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരാൾ ലോകത്ത് വിശ്വസിക്കാൻ തീരെ കൊള്ളാത്ത ഒരു 6-7 ആളുള്ള സനദിലെ ആളുകളെ നോക്കിയിട്ട് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞിരുന്ന ആളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്ന ദീനിന് നിരക്കാത്തൊരു കാര്യം അദ്ദേഹത്തിൽ നിന്ന് കണ്ടു എന്നതുകൊണ്ട് ഹദീസ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ ഇത്രത്തോളം നീണ്ട ശൃംഖലയിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത എത്രയോ ആളുകളുണ്ടാവും. അവരെ കൂടി അംഗീകരിക്കുന്ന ഒരവസ്ഥയാണ് ഇതിലുണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് ഒരാളെ കയ്യിലുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടിയാണ്, കേശമാണ്, ഇത് വിശുദ്ധ കേശം എന്ന് പറഞ്ഞു എന്നതുകൊണ്ടൊന്നും അംഗീകരിക്കാൻ നിർവാഹമില്ല. പ്രത്യേകിച്ചും ഏതെങ്കിലും ഇന്ന് ആ ഭാഗത്ത് നിന്ന് വിശ്വസിക്കാൻ കൊള്ളാത്ത അത്രയും മോശപ്പെട്ട ആളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതാണ് എന്ന് അറിയുമ്പോൾ എങ്ങനെ നാം അത് വിശ്വസിക്കുന്നു? അത്തരം കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൻ്റെ വിഷയം നിങ്ങൾക്ക് പൂർണ്ണമായും കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കും. ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുضില്ല ലഹു വമൻ യുض്ലിൽ ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة
وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسول وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيل ربنا آتهم ضعفين من العذاب وألعنهم لعنا كبيرا. വേദിയിലുള്ള ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മൗലവി, ഫൈസൽ മൗലവി, അബ്ദുൽ മലിക് സലഫി, എൻ്റെ ബഹുമാനരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സത്യാന്വേഷികളെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഈ നിറഞ്ഞ സദസ്സിൻ്റെ മുന്നിൽ നൂറുകണക്കിന് ആളുകളെ സാക്ഷിയാക്കി മുജാഹിദ് പ്രസ്ഥാനം ഒരു വലിയ ദൗത്യ നിർവഹണം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഒരു വലിയ ദൗത്യ നിർവഹണം കൂടി ഒതുക്കുങ്ങൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട്, മുജാഹിദ് പ്രവർത്തകർക്കുണ്ട്. കേരളത്തിൽ ആത്മീയ വാണിഭവുമായി ബന്ധപ്പെട്ട, മത വാണിഭവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ നിരന്തരം ഉണർത്തുകയും തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന മുജാഹിദ് പ്രസ്ഥാനം ആ ദൗത്യ നിർവഹണവുമായി ചെല്ലുമ്പോൾ ആ ദൗത്യ നിർവഹണത്തിനെതിരിൽ കേരളത്തിലെ പൊതുസമൂഹത്തെ സംഘടിപ്പിക്കാനും കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ വികാരജീവികളാക്കി ഇളക്കിവിടാനും ശ്രമിക്കുന്ന, ഇതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, ഇന്ന് ജനകീയ വിചാരണ അതിശക്തമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന, സ്വന്തം സംഘടനാ യോഗങ്ങൾ മുതൽക്ക്, സ്വന്തം വീട്ടുവരാന്ത മുതൽക്ക്, സ്വന്തം അങ്ങാടി മുതൽക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിലെ നാനാ തുറയിലും പെട്ട ആളുകൾ വരെയുള്ളവർക്കിടയിൽ ഏറ്റവും ശക്തമായ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന, പണ്ഡിതന്മാരായി സമൂഹം വിശ്വസിക്കുന്ന ആളുകൾ ഈ പ്രദേശത്തോ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലോ ആണ് ഉള്ളത് എന്നതുകൊണ്ട് തീർച്ചയായും ആ ഒരു തലത്തിൽ തന്നെയാണ് മുജാഹിദുകൾ ഈ പരിപാടിയെ കാണുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പലപ്പോഴും ഇങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ ആ പരിപാടി തീരുന്നതിൻ്റെ മുമ്പ് അതിന് മറുപടി എന്ന പേരിൽ പോസ്റ്ററും നോട്ടീസും ഒക്കെ ഒട്ടിക്കുന്ന ആളുകൾ തീർച്ചയായും അവർ നേരത്തെ അവരുടെ നോട്ടീസ് പ്രിന്റ് ചെയ്ത പ്രസ്സുകൾ ഇപ്പോഴുമുണ്ട്, അവരുടെ നോട്ടീസ് പ്രിപ്പയർ ചെയ്ത ആളുകൾ ഇപ്പോഴുമുണ്ട്. അവർ ഇവിടെ വരും. ഞങ്ങളിവിടെ ഉന്നയിക്കുന്ന ആദർശപരവും അതേപോലെ തന്നെ മുസ്ലിം സമൂഹത്തെ വഞ്ചനാപരമായ രീതിയിൽ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കച്ചവട ചരക്കാക്കാൻ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അവര് ഇതിന് പ്രതികരിക്കും, അവരിതിന് വിശദീകരിക്കും, അവരിതിന് ഉത്തരം പറയും എന്ന വിശ്വാസത്തോടു കൂടെ തന്നെയാണ് തുറന്ന മുഖാമുഖത്തിന് അവസരം കൊടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും കുറിച്ചെടുക്കാനും നോട്ട് ചെയ്തെടുക്കാനും സമയം വൈകിപ്പോകരുത് എന്നതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ, മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്കിടയിൽ വിശ്വാസമുണ്ട്, അന്ധവിശ്വാസമുണ്ട്, കപടവിശ്വാസമുണ്ട്, അവിശ്വാസമുണ്ട്. ഈ തലങ്ങളിലെല്ലാം ജീവിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിലേക്ക് കൈമാറിയ ഏറ്റവും അവസാനത്തെ ടെസ്റ്റ്മെന്റോടുകൂടെ വേദഗ്രന്ഥത്തോടുകൂടെ സമ്പൂർണമായ മഹാരഥന്മാരായ അമ്പിയാക്കൾ തലമുറകളിലൂടെ കൈമാറിപ്പോന്ന ആശയ ശ്രേണിയെ അക്ഷരാർത്ഥത്തിൽ ജീവിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ആഗ്രഹിക്കുന്ന വിശ്വാസരംഗത്തും ആചാരരംഗത്തും സാമൂഹിക രംഗത്തും സാമ്പത്തിക രംഗത്തും ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും അത് പാലിക്കണം എന്ന് വിശ്വസിക്കുന്ന
ഒരുപാട് ആളുകൾ ജീവിക്കുന്ന സാമൂഹിക അന്തരീക്ഷമാണ് നമ്മുടേത്. അതിൻ്റെ അപ്പുറത്ത് ഈ വിശ്വാസത്തിൽ എത്തിച്ചേരണമെന്ന നിലക്ക് ആത്മാർത്ഥമായ ഹൃദയവുമായി മുന്നേറുകയും എന്നാൽ ആ വിശ്വാസത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിത്താരകളിൽ താൻ സ്വീകരിച്ച റൂട്ട് തെറ്റിയതറിയാതെ അന്ധവിശ്വാസത്തിന്റെ വലക്കണ്ണികളിൽ കുടുങ്ങി ചൂഷണത്തിന് വിധേയമാവുകയും ചെയ്യുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ സ്വന്തമായ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഇസ്ലാമിനെയും വിശ്വാസത്തെയും മതത്തെയും ചിഹ്നങ്ങളിലും ശിആറുകളിലും പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയും എന്നാൽ അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാതിരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോവുകയും ചെയ്യുന്ന, ഇസ്ലാമിന്റെ പേരിൽ അതിൻ്റെ ഏറ്റവും വലിയ ആൾരൂപങ്ങളായി പ്രത്യക്ഷപ്പെടുന്ന എന്നാൽ കപട വിശ്വാസം ഉള്ളിലൊളിപ്പിച്ച് ഇസ്ലാമിനെ പൊളിക്കാനുള്ള അജണ്ടയുമായി നടക്കുന്ന ആളുകൾ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയും അപ്പുറത്ത് ഇവരെക്കാളും കുറച്ചുകൂടി മാന്യമായി മതത്തെയും വേദത്തെയും വേദഗ്രന്ഥങ്ങളെയും ദൈവത്തെയും സിദ്ധാന്തങ്ങളെയും ആചാരങ്ങളെയും പ്രാർത്ഥനകളെയും പുണ്യകേന്ദ്രങ്ങളെയും എല്ലാം നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ദൈവനിഷേധ പ്രവണതകൾ യഥാർത്ഥത്തിൽ ചരിത്രത്തിലുടനീളം നിലനിൽക്കുകയും അത് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വളരെ കൃത്യമായി പറഞ്ഞാൽ മനുഷ്യർക്കും വേദഗ്രന്ഥത്തിനുമിടയിൽ മനുഷ്യർക്കും അള്ളാഹുവിനുമിടയിൽ പുരോഹിതന്മാർ കടന്നു വരികയും ആ പുരോഹിതന്മാർ സമർത്ഥമായി ഇടപെടുകയും ചെയ്യുന്നിടത്താണ് മതവിപണി സജീവമാകുന്നത്. മതവിപണി സൃഷ്ടിക്കപ്പെടുന്നത്, മതവിപണി ഉണ്ടാക്കപ്പെടുന്നത്, ഓരോ വ്യക്തിയും മതവിപണിയിലെ ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്ന സ്വാഭാവികമായ പശ്ചാത്തലം വേദഗ്രന്ഥത്തിൽ നിന്നും അതേപോലെ തന്നെ ദൈവത്തിൽ നിന്നും മനുഷ്യൻ പിഴുതെറിയപ്പെടുമ്പോഴാണ്. ഇതിന് ഏത് കാലഘട്ടങ്ങളിലും എല്ലാ മതങ്ങളിലുമുള്ള ചൂഷകർ ചെയ്ത രീതിശാസ്ത്രം എന്താണോ അതേ രീതിശാസ്ത്രം തന്നെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ പശ്ചാത്തലത്തിലും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേദ പുസ്തകങ്ങളെ സംബന്ധിച്ചോ ഉപനിഷത്തുകളെ സംബന്ധിച്ചോ അവരുടെ അടിത്തറയായി പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോ ഉള്ള വിവരമോ വിജ്ഞാനമോ ഇല്ല. അത് സ്വാഭാവികമായി ഉണ്ടാവാതിരുന്നതല്ല. എന്നാൽ വളരെ കൃത്യമായി മതത്തിന്റെയും മനുഷ്യരുടെയും ഇടയിൽ ഇടയാളന്മാർ വേദം പഠിക്കുകയും വേദം ഗ്രഹിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരന്റെ, അതിന് കാതോർക്കുന്നവന്റെ കാതിൽ ഈയം ഉരുക്കി ഒഴുക്കണമെന്ന തത്വത്തിലൂടെ ചിന്തയിലൂടെ വേദപഠനത്തിൽ നിന്നും ചിന്തയിൽ നിന്നും പൂർണ്ണമായി ഹൈന്ദവ സമൂഹത്തെ പിന്തിരിപ്പിച്ചുവെന്നത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ അപ്പുറത്ത് ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ബൈബിളിനെ വിമർശനാത്മകമായി പഠിച്ചവരും ബൈബിളിനെ ചിന്താപരമായ തലങ്ങളിൽ വിലയിരുത്തിയവരും ചരിത്രത്തിൽ വളരെ ക്രൂരമായ ആരോപണങ്ങൾക്കും പീഡനങ്ങൾക്കും യഥാർത്ഥത്തിൽ വിധേയരായിട്ടുണ്ട്. ഗലീലിയോ വളരെ ശക്തമായൊരു കണ്ടെത്തൽ നടത്തി. തന്റെ കണ്ടെത്തൽ ചരിത്രത്തോടും ലോകത്തോടും മനുഷ്യരോടും പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഇൻക്വിസിഷൻ കോട്ടുമുറികളിൽ ബൈബിളിനെ വിമർശിക്കുന്നവരെ, ബൈബിളിനെ ചോദ്യം ചെയ്യുന്നവരെ വിചാരണ കൂടാതെ കൊല ചെയ്യാനുള്ള ഇൻക്വിസിഷൻ കോർട്ടുമുറികളിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി ക്രൂരമായി കൊലക്ക് കൊടുത്ത ചരിത്രം നമുക്കറിയാൻ കഴിയും. വത്തിക്കാനിന്റെ നേതൃത്വത്തിലുള്ള മുഹാക്കമത്തു തഫ്തീഷ് എന്ന അറബിയിൽ പറയുന്ന ഇൻക്വിസിഷൻ കോർട്ടുമുറികളിൽ ആയിരക്കണക്കിന് മനുഷ്യർ കൊല ചെയ്യപ്പെട്ടു. അതിൽ ചരിത്രത്തോളം വലിപ്പമുള്ള ശാസ്ത്രകാരന്മാരും വൈജ്ഞാനിക രംഗത്തെ മലകളുമെല്ലാം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇപ്പുറത്ത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രമെടുത്താൽ എങ്ങനെയാണ് ഉസ്താദുമാർക്ക് ഖുർആനിനെക്കാളും നമുക്കിടയിൽ സ്ഥാനം വന്നത് എന്നത് എന്റെ സാധാരണക്കാരായ ജനങ്ങൾ ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, വളരെ ആത്മാർത്ഥമായി ആലോചിക്കണം. ഉസ്താദും സംഘടനയും തക്ബീർ ധ്വനികളും മുഴക്കങ്ങളും വിളിയാളങ്ങളും ഇല്ലാതെ ഞാൻ എന്റെ ഖബറിൽ ഒതുക്കങ്ങൽ ജുമഅത്ത് പള്ളിയുടെ ഇത്തിരിപ്പോന്ന, എനിക്കൊരുക്കപ്പെട്ട ഇത്തിരിപ്പോന്ന ചാലിൽ ഓരോരുത്തരും കടക്കേണ്ടുന്ന ഒരു ദിവസം യഥാർത്ഥത്തിൽ വരാണ്ട് അല്ലേ? അതും കഴിഞ്ഞ് പ്രതിസന്ധികളുടെ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞ് കുല്ലുഹും മാതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, ഓരോരുത്തരും ഏകന്മാരായി റബ്ബിന്റെ മുന്നിൽ എണീറ്റ് നിന്ന് സംസാരിക്കേണ്ടി വരും. അന്ന് ആലോചിക്കണം, ഉസ്താദുമാരൊക്കെ ഇപ്പൊ കളവ് പറയൂ. ഉസ്താദുമാര് പറഞ്ഞ അതിനെതിരെ നമുക്ക് നിൽക്കാൻ പറ്റുമോ? ഉസ്താദുമാര് പറഞ്ഞ കുരുത്തക്കേട് തട്ടൂലേ? ഇതെവിടെ നിന്ന് വന്നതാ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും ചോദിക്കേണ്ടത് ചോദിക്കുകയും മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുകയും
ചർച്ചകളിൽ അഭിപ്രായം പറയേണ്ടത് പറയുകയും ചെയ്ത് സ്വഹാബത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് അല്ലേ? അതാണ് ചരിത്രം. തഖ്ലീദ് എന്ന ഒരു മറ ഉപയോഗിച്ച് ഈ രീതിശാസ്ത്രം കൊണ്ടുവന്നപ്പോ എന്താണ് കേരളത്തിൽ സംഭവിച്ചത്? അത്തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജുമത്തിൽ ഖുർആൻ എന്ന പുസ്തകത്തിലൂടെ അതിന്റെ ഗ്രന്ഥകർത്താവ് സമർത്ഥമായി പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം പഠിക്കൽ മുസ്ലിങ്ങൾക്ക് നിർബന്ധമല്ലാന്ന. ആയിരക്കണക്കിന് വിശുദ്ധ ഖുർആനിലെ അത്ഭുതങ്ങളിലൂടെ കടന്നു ചെന്ന് അള്ളാഹുവിന്റെ സംഭാഷണങ്ങളിലൂടെ ഇറങ്ങിച്ചെന്ന് മനുഷ്യഹൃദയത്തോടുള്ള സ്നേഹപൂർണമായ സാരാംശങ്ങളിലൂടെ കയറിച്ചെന്ന് തന്റെ ജീവിത പദ്ധതിയെ അറിയേണ്ട മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഖുർആൻ എടുത്തുമാറ്റാൻ വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥത്തിൽ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് പോലും പഠിക്കൽ സാധാരണക്കാരന് നിർബന്ധമല്ല എന്ന് എഴുതി വെച്ചു. സൂറത്തു ഫാത്തിഹ പോലും പഠിക്കൽ പ്രത്യേക സുന്നത്തില്ല എന്ന് എഴുതി വെച്ചു അല്ലെ? അതിന് പുണ്യം കിട്ടുകയില്ല എന്ന തലത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോ മുസ്ലിം സമുദായത്തിന്റെ കയ്യിൽ നിന്ന് ഖുർആൻ പോന്നു. എന്തുകൊണ്ടാ? വ്യവസ്ഥാപിതമായ ഖുർആൻ പഠന സംരംഭങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടെന്നിരിക്കെ കേരളത്തിൽ മുജാഹിദുകൾ ഖുർആൻ പരിഭാഷാ രംഗത്ത് ഏറ്റവും ശക്തമായി മുന്നോട്ട് വന്നു എന്നിരിക്കെ സമസ്ത ഇതിൽ എന്തുകൊണ്ട് പിന്നോട്ട് പോയി? ഇനി ആരെങ്കിലും സമസ്തയിൽ ഖുർആൻ പരിഭാഷയുമായി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരിൽ തക്ഫീറിന്റെ മസ്അല, അവർ കാഫിറാണ് എന്ന പ്രഖ്യാപനങ്ങൾ പണ്ഡിത സഭകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പച്ചമലയാളത്തിൽ എഴുതി വെക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? അപ്പൊ ഖുർആൻ എടുത്തുമാറ്റി. അതിന്റെ ശേഷം ഹദീസാണ് പിന്നെ എടുത്തുമാറ്റിയത്. ഹദീസിന്റെ കിതാബുകൾ എടുത്തുമാറ്റി. എന്താ? 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിക്കാത്തത് റസൂലുള്ളാഹിന്റെ സ്വഹീഹായ ഹദീസിലും പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ചരിത്രത്തിലും കണ്ടാലും സ്വീകരിക്കേണ്ടതില്ല എന്ന് എഴുതി വെച്ചത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല ആ വാചകത്തിലൂടെ എവിടെയാണ് നമ്മൾ എത്തിച്ചത് എന്ന്? ഒതുക്കുങ്ങലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എന്നെ കേൾക്കുന്ന അൽ-ഇസ്ലാം റേഡിയോ വഴിയും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം വഴിയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളോട് ഞാൻ പറയാണ്, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ 4 വരി എഴുതി വെച്ചിട്ടുള്ളൂ. എന്താ 4 വരി? ഇത് മാത്രം. സ്വഹീഹായ ഹദീസിലും സ്വഹാബത്തിന്റെ വാക്കിലുണ്ടെങ്കിലും മദ്ഹബിന്റെ ഇമാമിയങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. ഇവര് തന്നെ ഇവരുടെ വേറൊരു പുസ്തകത്തിൽ എഴുതി മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്ക് എല്ലാ ഹദീസും കിട്ടിയിട്ടില്ല. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഖുർആനും പോന്നു, ഹദീസും പോന്നു. എന്നിട്ട് കുറെ മാലപ്പാട്ടി നമ്മളെ കയ്യിൽ തന്നു. എന്നിട്ട് അബ്ദുൽ ഹമീദ് ഫൈസി അദ്ദേഹത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനം എങ്ങോട്ടി എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചു. എന്തെന്നറിയോ? അദ്ദേഹം എഴുതിയത് മതപണ്ഡിതനെ പിൻപറ്റൽ സാധാരണക്കാരന് നിർബന്ധമാണ്, വാജിബാണ്. മതപണ്ഡിതൻ സത്യം പറയട്ടെ, കളവ് പറയട്ടെ, സാധാരണക്കാരന്റെ ബാധ്യത മതപണ്ഡിതനെ പിൻപറ്റലാണെന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. ആ ഇജ്മാ 921 മുമ്പ് മുസ്ലിങ്ങൾ മുഅ്മിനീങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയിട്ടുണ്ട് എന്ന് ഇപ്പോഴെങ്കിലും ചിലർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞത് പൗരോഹിത്യം വരുന്നത് വിശ്വാസത്തിൽ നിന്ന് അന്ധവിശ്വാസത്തിലേക്കും കപട വിശ്വാസത്തിലേക്കും അവിശ്വാസത്തിലേക്കും എത്തുന്നത് അല്ലെ? കപട വിശ്വാസത്തിലേക്കും അവിശ്വാസത്തിലേക്കും എത്തുന്നത് പ്രമാണങ്ങൾ കയ്യിൽ നിന്ന് വാങ്ങി വെക്കുമ്പോഴാണ്. പ്രമാണങ്ങൾ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് എന്താ ചെയ്യാന്നറിയോ? ചില ആളുകളെ പ്രത്യേകം പ്രൊജക്ട് ചെയ്യും. ചൂഷണം നടക്കുന്ന മുഴുവൻ കേന്ദ്രങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ. ചൂഷണം നടക്കുന്ന മുഴുവൻ കേന്ദ്രങ്ങളിലും അത് അമ്മമാരാണെങ്കിലും അത് ബാവമാരാണെങ്കിലും അത് ശൈഖന്മാരാണെങ്കിലും അത് മുരീദന്മാരാണെങ്കിലും അവരുടെ ഫളായിലുകൾക്ക് മുന്നിൽ, അവരുടെ ശ്രേഷ്ഠതാ വിവരണങ്ങൾക്ക് മുന്നിൽ നമ്മൾ സ്തംഭിച്ചു പോകുന്ന ആ രീതിയിലുള്ള കഥകളാണ് ഉണ്ടാവുക. ഇവിടെ നമ്മുടെ കഥാപുരുഷൻ ബഹുമാനനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം എല്ലാവർക്കും ഉസ്താദാണ് അല്ലെ? അദ്ദേഹം എല്ലാവർക്കും ഉസ്താദാണ്. രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിന്റെ വേദിയിൽ കയറി ചെന്ന് അദ്ദേഹം ചെയ്യുന്ന പ്രവാചകനെ മാർക്കറ്റ് ചെയ്യുന്ന, പ്രവാചകനെ കച്ചവടം ചെയ്യുന്ന ഒരു സംരംഭം കച്ചവടമാണ് എന്നറിഞ്ഞിട്ടാണോ അല്ലേ എന്നറിയില്ല, അതിന് പലപ്പോഴും സ്തുതി പാടുകയും, എന്നാൽ പബ്ലിക്കിന്റെ സ്വാഭാവികമായ വികാരം രൂപപ്പെട്ടു വരുമ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിൽ സന്തോഷമുണ്ട്. പിന്നോട്ട് പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെ കാന്തപുരം ഒരു ഉസ്താദായത്? എങ്ങനെയാണ് കാന്തപുരം ഒരു വലിയ സാധനായി മാറിയത്? അതിന്റെ പിന്നിൽ വളരെ തന്ത്രപരമായ ചില വർക്കൗട്ടുകൾ നടന്നിട്ടുണ്ട്. ഞാൻ എന്റെ വിഷയാവതരണത്തിൽ കേരളത്തിലുണ്ടായ പുതിയ ഇഷ്യൂസിലേക്കല്ല യഥാർത്ഥത്തിൽ പോകുന്നത്. ആ പുതിയ ഇഷ്യൂസ് ചോദ്യോത്തരത്തിലൂടെ പിന്നെ ഇവിടുത്തെ മോഡറേറ്ററുടെ മീഡിയേറ്ററുടെ ഇടപെടലുകളിലൂടെ യഥാർത്ഥത്തിൽ പൂർണ്ണമായി ഇന്നത്തെ സമയപരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് പഠിക്കാം. അതിന്റെയും മുമ്പ് കാന്തപുരത്തിന് പ്രവാചകന്റേതെന്ന പേരിൽ 1 മുടിയോ 2 മുടിയോ 3 മുടിയോ മുടിക്കട്ടോ, അതിന്റെ തർക്കപ്പോഴും തീർന്നിട്ടില്ല. തർക്കം ഇനി നിങ്ങൾ തീർക്കണ്ട.
തർക്കം കേരളത്തിലെ പൊതുസമൂഹം, പബ്ലിക് അവര് തീർത്തോളും. അവരുടെ കുറ്റവിചാരണയുടെ ഹൃദയത്തിലെ കോടതികളിൽ നിങ്ങൾക്ക് വേണ്ട കൃത്യമായി വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉസ്താദുമാരെ കാണുമ്പോൾ ചിലപ്പോൾ സലാം പറയുന്നുണ്ടാകും, ചിലപ്പോൾ മിണ്ടുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാകും. പക്ഷേ വേണ്ടത് ജനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പോകേണ്ട റൂട്ടിൽ ഞങ്ങൾ പോകുന്നുണ്ട്. ഇത് ഏറ്റെടുത്ത പലർക്കും ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് ഏറ്റെടുത്ത പലർക്കും റസൂലുള്ളാന്റെ മുടിയുടെയും ആസാറുകളുടെയും തബറുക്ക് അംഗീകരിക്കാത്തവർ, അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുടെ തബറുക്ക് അംഗീകരിച്ചുകൊണ്ട് തന്നെ കച്ചവടം നടത്തുന്ന വേറെ ചില ആളുകളുണ്ട്. ആ കച്ചവടം നടത്തുന്ന വേറെ ചില ആളുകൾക്ക് അവർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയവുമായി മുന്നോട്ട് പോകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ കാന്തപുരം എന്ന് പറയുന്നത് ഒരു ഊതി വീർപ്പിച്ച ബലൂണാണ്. ഒരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ച സമഗ്രമായ ഒരു ചർച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയുടെ രീതിയല്ല. ആ രീതിയിൽ നിന്ന് ഒരിത്തിരി ഞാൻ ട്വിസ്റ്റ് ചെയ്യാണ്. എന്തിനറിയോ? കാന്തപുരം എന്ന വ്യക്തിത്വത്തെ ഹൃദയത്തിൽ പേറുകയും ഉസ്താദിനൊന്നും സംഭവിക്കുകയില്ല, അദ്ദേഹം ഒന്നും അങ്ങനെ പറയില്ല, അദ്ദേഹത്തിനെതിരിൽ കളവ് പ്രചരിപ്പിക്കുകയാണ്, എന്നിട്ട് 4 തെക്ബീറും 3 നൊലോളിയും 2 അട്ടഹാസവും മുജാഹിദീങ്ങളെ 3 ചീത്ത പറയലും കഴിഞ്ഞാൽ വിഷയം മണ്ണിട്ട് മൂടാമെന്ന ധാരണ ചില സഖാഫിമാർക്കുണ്ട് എന്ന് കഴിഞ്ഞ കേരളത്തിൽ പൂനൂരിലും അതേപോലെ തന്നെ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിലും നടന്ന പരിപാടികളുടെ സീഡി കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ട് ആ കാലം കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. ഇവിടെ എന്താ അറിയോ, സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, കാന്തപുരം ആരാറിയോ? കാന്തപുരം ആരാന്ന് ചോദിച്ചാൽ, ഹിന്ദു പുരാണങ്ങളിലെ അവതാരങ്ങളെ പോലെ, ഹിന്ദു പുരാണങ്ങളിലെ അവതാരങ്ങൾ ദൈവവുമായും അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു എവർലാസ്റ്റിംഗ്, ഒരു അങ്ങേയറ്റത്തെ ഒരു വേൾഡുമായി, ലോകവുമായുള്ള ഒരു പ്രത്യേക ബന്ധമുള്ള ആൾക്കാരായിട്ടാണ് കൊണ്ടുവരിക. ഇതേപോലെയാണ് കാന്തപുരത്തെ കൊണ്ടുവന്നത്. ഇതിനു വേണ്ട എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ട എല്ലാ പണി. ഇതിലെ ഒന്നാമത്തെ എന്താ അറിയോ? ഒന്നാമത്തെ പോയിന്റ്, കാന്തപുരം അള്ളാന്റെ ഒരാളായി കാന്തപുരത്തെ അവർ അവതരിപ്പിക്കുകയാണ്. കാന്തപുരത്തെ അള്ളാന്റെ ഒരാളായിട്ട് കൊണ്ടുവരിക. എങ്ങനെ അള്ളാന്റെ ഒരാളായിട്ട് കൊണ്ടുവരണം എന്നറിയോ? അള്ളാന്റെ ഒരാളായിട്ട് എങ്ങനെ കൊണ്ടുവരണം എന്ന് ചോദിച്ചാല്, കാന്തപുര ഉസ്താദ് അറിയാതെ, കാന്തപുര ഉസ്താദിന് ഇൻഫോർമേഷൻ കിട്ടാതെ അള്ളാഹു ഒരു കാര്യം ചെയ്യൂല, ഇടപെടൂല എന്ന് പറയുന്നിടത്ത് വരെ യഥാർത്ഥത്തിൽ മുസ്ലിയാക്കന്മാർ എത്തിയിട്ടുണ്ട്. അപ്പോ ലോകത്തിന്റെ മൊത്തത്തിലുള്ള നിയന്ത്രണങ്ങളും സംഗതി അടങ്ങുന്ന മൊത്തം ടോട്ടൽ ഡീറ്റെയിൽസ് അത് കാന്തപുരത്തിലൂടെ മാത്രമേ പോകുള്ളൂ എന്നാ. അവിടെ മുതലാ തുടങ്ങണേ. കാന്തപുരവും അള്ളയും തമ്മിലുള്ള ബന്ധം കേട്ടോളൂ. ഇപ്പൊ ഇവർ മഹാൻ പ്രസംഗിച്ചു തന്ന ഒരു സീഡിയിലുള്ള ഭാഗ ഇപ്പൊ ഇങ്ങോട്ട് കാണാം. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മൾ ചെയ്യണ എന്ത് കാര്യം അള്ള അറിയും. അള്ള ചെയ്യണ എല്ലാ കാര്യവും നമ്മളറിയുന്ന ആരെങ്കിലും പറയാറുണ്ടോ? ഒരാളും പറയില്ല. എന്നാ കാന്തപുരത്തിന്റെ ആൾക്കാർ മൂപ്പരെ പൊക്കന്നെ, കാരണം എന്തെങ്കിലും അവിടെ സീറ്റ് കിട്ടുള്ളൂ, പല മെച്ചോണ്ട് മൂപ്പരെ ഉയർത്തിക്കൊണ്ടുവന്നാല് അവിടെ പറയാണ്, ഈ പ്രസംഗത്തിൽ പറയാണ്, പറഞ്ഞ് കാന്തപുര ഉസ്താദിന്റെ മഹത്വം പറഞ്ഞ് അതന്നെ ആ പ്രസംഗത്തിൽ ഉള്ളടക്കം പറഞ്ഞ് ലാസ്റ്റ് പറയാണ്, കാന്തപുരം ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യുകയില്ല പറയാൻ പോകുന്നു. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്യമായത്തിന്റെ പേരിൽ, അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അള്ളാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു ശൂന്യ, ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. ഉസ്താദ് അറിയാതെ ഇവിടെ ഒന്നും നടക്കൂല. നിങ്ങൾക്ക് മനസ്സിലായോ? ഉസ്താദ് കാന്തപുരം എങ്ങനെയാണ് എന്നാ ഞാൻ തെളിയിക്കണത്. രണ്ടാമത്തത് കേട്ടോളി. കാന്തപുരം ഉസ്താദ് അള്ളാഹുവായിട്ടാണ് ആദ്യത്തെ ഭയങ്കര അറ്റാച്ച്മെന്റ്. മൊത്തം അള്ളാഹു ഒന്ന് കാന്തപുരത്തെ ഒന്ന് വിളിച്ചിട്ട് എന്തൊക്കെ ഞാൻ ചെയ്യേണ്ടതെന്ന് എല്ലാ ദിവസവും ഒന്ന് ലിസ്റ്റ് എടുത്തിട്ടേ മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളിടത്താണ്. ഇതൊന്നും ഇവര് വെറുതെ പറയണല്ല, ഇതൊക്കെ ഇവരെ മാലകളിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ആശയമാണ് അല്ലേ? എന്താ ഇവരുടെ മാലകളുടെ ആശയം? എന്താ അറിയോ? ഇവരുടെ മാലകളുടെ ആശയം എന്ന് പറയുന്നത്, അള്ളാഹ് എന്ന് പറയുന്നത് ഔലിയപ്പാപ്പാന്റെ ഓഫീസിലെ പ്യൂണോ ക്ലർക്കൊക്കെയാണ്. ഹെഡ്മാസ്റ്ററിന് ബെല്ലടിച്ച തലയൊറിഞ്ഞിങ്ങനെ വരൂലേ അല്ലേ? അതാണ് ഔദും കരിയിലെ അള്ളാഹിനെ തള്ളിയിടണ ഔലിയപ്പാപ്പിയും. അതേപോലെ തന്നെ ആകാശത്ത് മൊത്തം അന്ന് പിടിച്ച രാവിലെ വന്നിട്ട് മലക്കുൽ മൗത്ത് റൂഹ് എടുത്തിട്ട് തിരിച്ചു പോവുക. റൂഹ് എടുത്ത് തിരിച്ചു പോകുമ്പോഴാണ് ആ മറ്റേ റൂഹ് ഇങ്ങോട്ട് കൊടുക്കുക, നമ്മളെ മുരീദിന്റെ റൂഹ് കൊടുക്കുക എന്ന് അറിയണേ. അപ്പൊ കൊടുക്കുക എന്ന് പറയുമ്പോ മലക്ക് പറഞ്ഞു, പഠിച്ചോൻ ഏൽപ്പിച്ച പണിയല്ലേ ശേഖേ, എനിക്ക് പറ്റൂലല്ലോ. അപ്പൊ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞാണ് തട്ടീന്ന. അന്ന് പിടിച്ച മൊത്തം റൂഹ് പാറി അതാത് ശരീരങ്ങളിൽ റീഇൻസ്റ്റാൾഡ്. അപ്പൊ ഒതുക്കുങ്ങലങ്ങാടി കൂടെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ, ഒതുക്കുങ്ങലങ്ങാടി കൂടെ രാജേരി കൊണ്ട് ഇങ്ങനെ പോകുമ്പോ മൂപ്പര് എണീറ്റിരുന്നിട്ട് മൂക്കിലെ പഞ്ഞെടുത്തിട്ട് എങ്ങോട്ടാ കുട്ടികളെ കൊണ്ടുപോകണമെന്ന് ചോദിക്കോ?
ഇങ്ങനത്തെ കുറെ കഥ ഉണ്ട്. ആ കഥകൾ ഒരു ഭാഗത്ത് നിഷേധിക്കുന്നു, വേറൊരു ഭാഗത്ത് ന്യായീകരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകല്ല. എന്നാൽ ഇങ്ങനത്തതിൽ നിന്ന് അകക്കാൻ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് കാന്തപുരത്തെ പറ്റി പറയുന്നത്. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ കാന്തപുരത്തിന് ഏറ്റവും വലിയ ബന്ധം ആരോടറിയോ? ആരോടാന്ന് വെച്ചാൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കാന്തപുരം എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ PA ആണ് കാന്തപുരം. റസൂലുള്ളാഹിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. എങ്ങനെ കാന്തപുരത്തിന് കേരളത്തിലേക്ക് മുടി കൊണ്ടുവരാൻ പറ്റി എന്നതിന്റെ ബാക്ക് ഹിസ്റ്ററിയാണ്, ബാക്ക് ഫയലാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതും പറയാൻ കാന്തപുരത്തിന്റെ ശമ്പളത്തിലുള്ള ഒരാളുണ്ട്, അയാൾ അത് പറഞ്ഞോട്ടെ. നമ്മുടെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ജിദ്ദയിൽ AP ഉസ്താദിന്റെ എതിരിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി. അയാൾ ഉസ്താദിനോട് പെട്ടെന്ന് ഉസ്താദിനോട് സ്നേഹം, ഉസ്താദിന്റെ പ്രവർത്തകരോട് സ്നേഹം, ഉസ്താദിന്റെ കൂടെയുള്ളവരോട് സ്നേഹം, ഉസ്താദിന്റെ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരോട് സ്നേഹം, അവർക്കൊക്കെ കൂടി സ്വീകരണം എന്തൊക്കെ ജിദ്ദയിൽ ഏർപ്പെടുത്തിയത്ര. അപ്പോ ഇയാളോട് ചോദിച്ചു, എന്ത് നിങ്ങൾ ഇങ്ങനെ പെട്ടെന്നൊരു പരിവർത്തനം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ, അയാൾ ഈ ഭാഗത്തിലാണ്. എന്താ തുറന്ന് പറഞ്ഞതിന് തകരാറൊന്നുമില്ല, ഒക്കെ അങ്ങനെ പുറത്തിപ്പോ പരസ്യമായിട്ടുള്ളതല്ലേ. അയാൾ പറയാണ്, ഞാൻ ഉസ്താദിന്റെ എതിരിലാണ്, പക്ഷെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വളരെയധികം പരിശ്രമിച്ചവനാണ്. അതിനുള്ള ഏക വഴി സ്വലാത്ത് ചൊല്ലലാണ്. സ്വലാത്ത് ചൊല്ലി 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 അവസാനം അടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി ഒരു വലിയ സഫ്, ഒരു വലിയ ക്യൂ ഞാൻ കണ്ടു. ഞാൻ അതിൽ ചെന്ന് നിന്നു. നട്ടുച്ച ടൈം, വേറെത്തൊഴുകുന്നു. ഏതായാലും കാലങ്ങളായില്ലേ നബിയെ കാണാൻ ആഗ്രഹിക്കുന്നു, ഇനി ഇതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ലാതെ മനസ്സിലാക്കി ആ വലിയ ആ ക്യൂവിന്റെ പിന്നിൽ ഞാനും കൂടി അങ്ങനെ നടന്ന് 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 ഒരു റൂമിലാണ് റസൂലുള്ളത് എന്നാണ് കേൾക്കുന്നത്. അതേക്കങ്ങ് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നബിയല്ല ഉള്ളത്, കാന്തപുര ഉസ്താദാണുള്ളത്, AP ഉസ്താദാണുള്ളത്. സുബ്ഹാനല്ലാഹ്, എന്താ പരിപാടി? AP ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. എന്തിന്? അപ്പുറത്തെ റൂമിൽ റസൂലുള്ള ഇരിക്കുന്നുണ്ട്. ആ നബിയെ കാണാൻ AP ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. ആ ടിക്കറ്റ് വാങ്ങി ഞാൻ അടുത്ത റൂമിൽ കയറിയപ്പോൾ അവിടെ റസൂലുള്ളാഹി ഇരിക്കുന്നു. ഞാൻ മനസ്സിലാക്കി, അല്ലാഹുവിന്റെ റസൂലിലേക്ക് എത്താൻ ഇക്കാലത്ത് പറ്റിയവരുണ്ടെങ്കിൽ ഞാൻ തുടരുന്ന വിഭാഗമല്ല, മറിച്ച് കാന്തപുരം മാത്രമാണ്. ഞാൻ അതോടുകൂടെ എന്റെ ഗ്രൂപ്പ് വിട്ടു. നമ്മൾ നിങ്ങളെയും വിട്ടു. ഇത് പറഞ്ഞോടുകൂടെ നമ്മൾ നിങ്ങളെയും വിട്ടു. ഏതാണെങ്കിലും കണ്ടല്ലോ നിങ്ങളെ ഇങ്ങനത്തെ 100 കണക്കിന് പ്രഭാഷണങ്ങൾ. അപ്പൊ അതൊക്കെ ഉസ്താദുമാരല്ലേ, ഭയങ്കര തലികെട്ടിയ ആൾക്കാരല്ലേ. ഓരോ നുണ പറഞ്ഞാൽ വരെ അത് സ്വീകരിക്കണം. അതിൽ ഇജ്മാവ് ഉണ്ടല്ലോ. ഇത് കേട്ട മുസ്ലിം സമുദായ ആയത്താണെങ്കിൽ ഇല്ല, വീട്ടിലാണെങ്കിൽ ഒരു ഖുർആൻ പരിഭാഷ അല്ല, ഖുർആൻ പഠിച്ചാലാണെങ്കിൽ കൂലിയില്ല. ഇത് കേട്ട് ഈ വയലിങ്ങനെ കേട്ട് പോരാ, ഈ വയലിങ്ങനെ കേട്ട് പോരാ. ഇതിന്റെ കൂടെ എന്താ നിങ്ങള്? കാന്തപുര ഉസ്താദാണെങ്കിൽ 1 അള്ളാന്റെ ആള്, 2 നബിന്റെ ആള്, 3 മൊത്ത ഔലിയാക്കളാള്. മൊത്ത ഔലിയാക്കളാള്. ഞാൻ അങ്ങനെ ആ പരമ്പര പറഞ്ഞാൽ എനിക്ക് അതിന് മാത്രമേ ക്ലിപ്പിടാൻ നേരം ഉണ്ടാവുള്ളൂ. എല്ലാ ഔലിയാക്കളോടും. കാന്തപുരം കൊണ്ടുവന്ന മുടി വിവാദം പൊളിഞ്ഞപ്പോ പബ്ലിക്കിന്റെ മുന്നിൽ ഓരോ ദിവസവും ജനകീയ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാന്തപുരം അവരുടെ പൂനൂരിലെ സമ്മേളനത്തിൽ പറഞ്ഞ എന്താ അറിയോ? മൊത്തം CM വലിയുള്ളാഹിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുടിയുടെ കാര്യത്തിലും അദ്ദേഹം തന്നെയാണ് നിയന്ത്രിച്ചിട്ടുള്ളത്. ഒരു 10-200 ആൾ ഒതുങ്ങാൻ അത് മതി, ഒരു 10-200 ആൾ ഒതുങ്ങാൻ അത് മതി. അപ്പൊ മൊത്തം എല്ലാവരും ഇങ്ങനെ ഹോട്ട്ലൈൻ ബന്ധപ്പെടും. മാത്രല്ല മൂപ്പരിപ്പോഴും അവിടെ കുത്തുബുൽ അഖ്താബാണ് കാന്തപുരം എന്നാണ്. ഇവരുടെ ഒരു പ്രത്യേക കോൺഫറൻസ് നടക്കുന്നുണ്ട്, കുത്തുബുൽ അഖ്താബുകളുടെ കോൺഫറൻസ് അല്ലേ. ആ കുത്തുബുൽ അഖ്താബുകളുടെ കോൺഫറൻസ് അടക്കം മൂപ്പര് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളിടത്താണ് മൊത്തത്തിൽ മുസ്ലിയാക്കന്മാരുടെ വിശദീകരണം കേൾക്കുമ്പോൾ പബ്ലിക്കിന് തോന്നുക. എന്നാൽ ഇതൊക്കെ ആരെ ഇങ്ങനെ വിചാരിക്കുള്ളൂ? അത് കാന്തപുര ഉസ്താദിന്റെ സമ്മേളനത്തിന് മുമ്പിൽ ക്യൂട്ട് നിൽക്കുന്ന ആളുകൾ. ഇവിടെ സ്വാലിഹ് സഖാഫി പറഞ്ഞതുപോലെ പൊതുജനം കഴുതയാണ് എന്നതാണ് പോളിസി. ആ പോളിസിയുടെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് കാന്തപുരത്തെ വലിയ ആളാക്കി അവതരിപ്പിക്കണ്ടേ? അതിനുള്ള ചില ടിപ്പണികൾ വേറുണ്ട്. എന്താ അറിയോ? കാന്തപുരം എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ നേതാവാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മൂപ്പരെ യാത്ര ഉണ്ടാകും, ഇടയ്ക്കിടയ്ക്ക് മൂപ്പരെ യാത്ര ഉണ്ടാകും, മൂപ്പരെ വരവുണ്ടാകും, പോക്കുണ്ടാകും. അതിൽ മൂപ്പരെ GMCന്റെ മഹത്വം തൊട്ട് ഇവിടെ GMCന്റെ മഹത്വം ഭയങ്കരമായി കത്തുന്ന സമയത്താണ് പുറത്ത് ഒരു സ്ഥലത്ത് പോകാൻ പറ്റിയത്. അപ്പൊ അവിടെ ഒരു ഏരിയയിൽ മൊത്തം പഴയ കേടായ GMC കൂട്ടിയിട്ടതാ. ഇവിടെ GMC കാണാത്തതിന്, ഇവിടെ കാണാതിരുന്നപ്പോ കുട്ടിയൊക്കെ ഉസ്താദിന്റെ GMC, എന്നിട്ട് അത് ഭയങ്കരമായിട്ട് ഫേസ്ബുക്കിലൊക്കെ കൊടുത്ത്
ഇതൊക്കെ എവിടുന്ന് വരുന്നറിയോ? പെരുപ്പിച്ച് കാണിക്കലെന്നാ. ഇതിന്റെ മുമ്പത്തെ ഒരു കേരള യാത്രയിലെ കാന്തപുരത്തിന്റെ ഒരു പത്രസമ്മേളനം ഉണ്ട്. ഞാനത് ഓർമ്മിപ്പിക്കണ എന്തിനറിയോ? കാന്തപുരം എന്ന ഊതി വീർപ്പിച്ച ബലൂൺ എങ്ങനെ ഉണ്ടായി എന്ന് ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ, പരലോകം കളയാതിരിക്കാൻ വേണ്ടിയാ. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ ചെലവിൽ തന്നെ ജീവിച്ച് വളർന്ന, അവിടുന്ന് സെക്കൻഡ് റാങ്കും വാങ്ങിയ ഹസൻ സഖാഫി പൂക്കോട്ടൂര് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞോട്ടെ. കെ ഉസ്താദിന്റെ ഉസ്താദല്ലേ ശംസൂലമ, അവിടുത്തെ ഉസ്താദല്ലേ കണ്ണിയത്ത് ഉസ്താദ്, 3 ഉസ്താദുമാരെയും മാറ്റി വെച്ചിട്ട് ഒരു സമസ്ത ഉണ്ടാക്കി. പോരാത്തതിന് ഉസ്താദന്മാർക്ക് അതിൽ കേസ് കൊടുത്തു. ഇയാളെ മഹത്വമാണത്. ഈ ജാതി മഹത്വം പറയാനുള്ളത്. പിന്നെ മഹാനാകുന്ന കാളമ്പാടി ഉസ്താദ്, ജെറുസലേം ഉസ്താദ്, ഇവരാ പഴയ സ്വഭാവത്തോടെ ആ പഴമയും തനിമയും നിലനിർത്തി അള്ളാഹുവിന്റെ ദീനുമായി മുന്നോട്ട് പോകുമ്പോ ഈ രൂപത്തിൽ പത്രക്കാർ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറില്ലല്ലോ. കണ്ടോ? ഈ രൂപത്തില് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാണുന്ന ഫോട്ടോ ഏതാ? ഇത് കാണുമ്പോ കുട്ടികൾ മനസ്സിലാക്കി സുബ്ഹാനല്ലാഹ്, നാളെ അബ്ദുൽ ഖാസിർ ഇയാളെ കൈകൊണ്ട കിട്ടാന്ന് ഇവരെ വിചാരം. കാരണം എന്താ? ബിൽ ക്ലിന്റനെ പോലത്തെ, ജോർജ് ഡബ്ല്യു ബുഷിനെ പോലത്തെ ലോക രാഷ്ട്രനായകന്മാരെ മുന്നിലേക്ക് വരുന്നത് പോലെ ഈ കാണുന്ന ചാനലിലൂടെ മൈക്കുകൾ മുഴുവനും കണ്ടപ്പോ ഇതുപോലത്തെ വലിയൊരു വാർത്താ മാധ്യമ സമ്മേളനം നടത്താൻ ഇയാളല്ലാതെ വേറൊരാൾക്ക്, ഒരു മുസ്ലിം പണ്ഡിതന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വേൾഡ് മുസ്ലിമികളുടെ നേതാവ് ഇയാളാണ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആൺകുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനം എവിടെ നടന്നു? നിങ്ങൾ തെളിയിക്കോ? ഇത് ഒപ്പിച്ചുണ്ടാക്കിയ ഫോട്ടാണത്. ഒപ്പിച്ചുണ്ടാക്കിയ ഫോട്ടോ ഞാനിപ്പോ കാണിച്ചുതരാം. ധൈര്യമുള്ളവരൊക്കെ ഇങ്ങോട്ട് കയറി വന്നോളി. ഇത് ഒപ്പിച്ചതാണ്. ഈ ബുക്ക് അള്ളാഹു തആല കുരുത്തക്കേടാണ് എങ്ങനെ തന്നെ ഉണ്ടാവുക. ഈ ഫോട്ടോ ഒപ്പിച്ചതാണ് എന്ന് ഇതേ ബുക്കിൽ നിന്ന് മനസ്സിലാവും. ഇനി അതൊരു പത്രത്തിന്റെ കവറിന് വേണ്ടി വെറുതെ എന്തെങ്കിലും എഴുതിയതാണ്, അത് ചിത്രത്തിന്റെ രസത്തിന് വേണ്ടി കൊടുത്താണെന്നൊന്നും പറയണ്ട. എന്താ ഉള്ളത്? ഉള്ളിലുള്ളത് ഞാൻ വായിച്ചരാ. ഇതിനുള്ളിൽ തന്നെ ഉണ്ട് സംഭവം. മനുഷ്യ മനസ്സുകളെ കോർത്തു പിന്നെ ഇണക്കാൻ വേണ്ടി യാത്ര ഉണ്ടാക്കിയ ഇയാള്, കേരള യാത്ര. ആ കേരള യാത്രയിലെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഈ ഫോട്ടോയിൽ അടിക്കുറിപ്പ് ഞാൻ വായിച്ചരാം. യാത്രക്കിടയിൽ ഒരു മാധ്യമ സമ്മേളനവും. വിദേശ ചാനലുകളാണല്ലോ ഈ കാണുന്നത്. ഈ വിദേശ ചാനലുകൾക്ക് മുമ്പിൽ ഇയാളിങ്ങനെ സംസാരിക്കുന്നതായ ഒരു ഫോട്ടോ ഇവര് പ്രസിദ്ധീകരിക്കുകയും ഇത് വാർത്താ മാധ്യമ സമ്മേളനമാണ് എന്ന് അടിക്കുറിപ്പ് കൊടുക്കുകയും ചെയ്തു. കളവാണത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചോ, ഈ പുസ്തകത്തിന്റെ മറ്റൊരു പേജിൽ ഒരു ഫോട്ടോ ഉണ്ട്. ഏതാണ് ആ ഫോട്ടോ? ഇയാളിങ്ങനെ എഴുതുന്ന ഫോട്ടോ. ഇയാൾ എഴുതുന്നൊരു ഫോട്ടോ കണ്ടോ? ഇതിന്റെ അടിയിൽ കൊടുത്തതോ, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ യാത്രയിലെ വിശ്രമത്തിനിടയിൽ ഒരു നിമിഷം. അപ്പൊ ശൈഖുന ഇങ്ങനെ എഴുതുകയാണ് ഇവിടെ. ഈ എഴുതുന്ന ഫോട്ടോ, ഈ ഫോട്ടോ ശരിക്കും സൂക്ഷിച്ചോ. ഇതേ ഫോട്ടോ എടുത്തിട്ട് ഇതാ കൊണ്ടുവന്ന് മൈക്കിന് മുകളിൽ വെച്ചു. അതേ ഫോട്ടോ, 2 ഫോട്ടോ നിങ്ങൾക്ക് നോക്കാം. താടിക്ക് കുഴപ്പമില്ല, മുടിക്ക് കുഴപ്പമില്ല, തലയെക്കെട്ടിന് കുഴപ്പമില്ല, അദ്ദേഹത്തിന് ഒന്നിനും കുഴപ്പമില്ല. അതേ കോലത്തിൽ കൊണ്ടുവന്ന് 2ഉം ഒന്നിച്ച് വെച്ച് നോക്കിക്കോ. 2ഉം ഒന്നിച്ച് വെച്ചിട്ട് ഇതേ ഫോട്ടോ എടുത്തു കൊണ്ടുവന്ന് മൈക്കിന് മുമ്പിൽ കൊണ്ടുവന്ന് ഒപ്പിച്ചിട്ട് കൊടുത്തു. ഇതാരെ പറ്റിക്കാനാണ്? മൊത്തം മുസ്ലിം സമുദായത്തെ പറ്റിക്കാൻ തന്നെ. കാന്തപുരത്തെ ഇങ്ങോട്ട് വികസിപ്പിച്ചു വലുതാക്കി കൊണ്ടുവരിക. എത്രത്തോളം എന്ന് വെച്ചാൽ കാന്തപുരം യാത്ര ചെയ്യണ വാഹനല്ലേ, ആ വാഹനം മുത്ത് റസൂലുള്ളാഹിന്റെ ബുറാക്കിന് തുല്യാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ബുറാക്ക് തന്നെ പറഞ്ഞു വെച്ചതിന്റെ സ്വകാര്യം എന്താ? അത് കാന്തപുരത്തിന് നല്ല അടിപൊളി കാറിൽ യാത്ര ചെയ്യാൻ വേണ്ടിയാ. പേരോട് പറഞ്ഞോട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുത്തെ നെഞ്ഞു കീറിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുറിവ് കൂട്ടിയതിന് ശേഷം ബുറാഖ് എന്ന സ്പെഷ്യൽ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. വാസ്തവത്തിൽ അല്ലാഹുവിന് നബിയെ കൊണ്ടുപോകാൻ വാഹനത്തിന്റെ ആവശ്യം ഇല്ല. എല്ലാവർക്കും അറിയില്ലേ, സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കാറ്റിലാണ് അല്ലാഹുവിന്റെ റസൂലായ സുലൈമാൻ നബി അല്ല കൊണ്ടുപോയത്. അപ്പൊ കാറ്റിൽ വായുവിൽ തന്നെ സുലൈമാൻ നബിയെ കൊണ്ടുപോയതുപോലെ അല്ലാഹുവിന് നബിയെ കൊണ്ടുപോകൽ പ്രയാസമില്ല. പക്ഷേ പിന്നെ എന്തിനാണ് ഇത്ര മുന്തിയ വളരെ സ്പീഡുള്ളൊരു വാഹനം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അയച്ചു കൊടുത്തത്? അതിനൊരുപാട് രഹസ്യങ്ങളുണ്ട്. കൂട്ടത്തിൽ ഒരു രഹസ്യമാണ് മഹാനായ ഖലീൽ തങ്ങളും അതുപോലെ ശൈഖുനാ കാന്തപുരം ഉസ്താദും താജുൽ ഉലമയും ഒക്കെ
1000 വേദികളിൽ ഓടിയെത്തേണ്ടവർ തിരക്കിട്ട് പോകുമ്പോ ഒരു നല്ല കാറിൽ പോകുന്നത് കണ്ടാൽ അങ്ങനെ നബി പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പുത്തൻവാദിയും അസൂയക്കാരനും ഉണ്ടാകും. അപ്പോൾ വളരെ തിരക്കിട്ട് പോയി വരേണ്ട നേതാക്കന്മാർ എത്ര വലിയ നേതാവായിരുന്നാലും എത്രയും സ്പീഡുള്ള വാഹനത്തിൽ കയറാമെന്നും കയറ്റാമെന്നും അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ബുറാഖ് എന്നൊരു വലിയ വാഹനം, അത്ഭുതകരമായ വാഹനത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൽ അഖ്സയിലേക്ക് ആനയിക്കുന്നു. പേരോടുമാണ് വാർത്തകൾ വായിച്ചത്, പേരോട് തന്നെ. സംഗതി കൗതുക വാർത്തയാണെന്ന് മാത്രം അല്ലേ. ഇവിടെ നോക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഓരോ ദിവസവും ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് വേണമെങ്കിൽ കാന്തപുരം മലബാർ മഹോത്സവത്തിന് പൈസയും കൊടുക്കും. അപ്പോൾ മൊത്തത്തിൽ മുസ്ലിം ആണെങ്കിൽ പോലും അയാൾ അങ്ങനെയാണെങ്കിൽ പോലും ഇവിടുത്തെ ജനറൽ പ്ലാറ്റ്ഫോമിൽ ഭയങ്കര സജീവമാണ് മൂപ്പര് എന്നൊക്കെ വരുത്തി തീർത്ത് പോകുന്ന കാന്തപുരത്തെ ഇങ്ങനെ പോയപ്പോ പൊതുജനം